എല്ലാവർക്കും ക്രിക്ക് ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വേൾഡ് കപ്പിലെ 8ാമത്തെ മാച്ചാണ്. അത് നമ്മുടെ സ്വന്തം ഇന്ത്യ വേഴ്സസ് അയർലൻഡ്. അപ്പോൾ അയർലൻഡ് തീരെ മോശം ടീമൊന്നും അല്ല. പലരും IPL കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ ഉണ്ട് അതിനകത്ത്. അതുപോലെ ഏതൊരു ടീമിനെ തോൽപ്പിക്കാൻ കെൽപ്പുള്ള ടീം തന്നെ. നമ്മൾ നേരത്തെ അയർലൻഡ് പോയി കളിച്ചൊക്കെ നമ്മളെ മേ ബി ഒരു സെക്കൻഡ് സ്ട്രിങ് ടീമായിട്ടാണ് പോയത്. അപ്പോൾ അന്നേരമൊക്കെ നമുക്ക് നല്ല ഫൈറ്റ് അവർ തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇന്ത്യയുടെ ടീം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ടീമാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ടീമാണ്. ഇവൻ ഒരു ഫൈനൽ ലെവലിൽ കളിക്കാൻ പോലും ആൾക്കാർ ഭയങ്കര കോമ്പറ്റീഷനാണ്. അല്ലെങ്കിൽ വിരാട് കോഹ്ലി അല്ലെങ്കിൽ രോഹിത് ശർമ്മ ആരെങ്കിലും ഔട്ട് വൺ ഡൗൺ വരാൻ പറ്റിയിട്ടും ബെസ്റ്റ് ബാറ്റ്സ്മാൻ സഞ്ജു തന്നെയാണ്. അതായത് പ്രോപ്പർ ടെക്നിക്കുള്ള ബാറ്റ്സ്മാനാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ സൂര്യകുമാർ വരുന്നതായിരിക്കും നല്ലത്. അപ്പം അങ്ങനെ തന്നെ ആയിരുന്നു നമ്മുടെ ലൈനപ്പ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ വാമപ്പ് മാച്ച് കൊണ്ട് കംപ്ലീറ്റ് എല്ലാം എല്ലാം മാറി മറിഞ്ഞിട്ടുണ്ട്. ഋഷഭ് പന്ത് അത് തിളങ്ങുകയും ചെയ്തു. ഒരു പക്ഷേ നല്ല ടീംസിന് വരുമ്പോൾ ഋഷഭ് പന്തിന് പറ്റിയൊരു പൊസിഷനാണ് ഞാൻ വിചാരിക്കുന്നില്ല. വൺ ഡൗൺ ഋഷഭ് പന്തിന് പറ്റിയ എപ്പോഴും ഒരു മിഡിൽ ഓർഡറാണ് നല്ലത്. കാരണം നല്ല കോമ്പറ്റീറ്റീവ് ബോളേഴ്സൊക്കെ വരുമ്പോൾ മേ ബി ഋഷഭ് പന്ത് സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ലോവർ ഡൗണിൽ കളിക്കുമ്പോഴാണ് ഋഷഭ് പന്ത് ഇച്ചിരി എഫക്റ്റീവ്. ടോപ്പ് കളിക്കുമ്പോൾ കുറേ പുള്ളിക്കാർ വീക്ക്നെസ്സസ് ഉണ്ട്. ബാറ്റിംഗ് നല്ലൊരു പ്ലെയറാണ്, ബട്ട് ചില വീക്ക്നെസ്സസ് ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഋഷഭ് പന്ത് സഞ്ജു ഒരുമിച്ച് ടീമിലുള്ളതാണ് ടീമിന് നല്ലത്. കാരണം രണ്ടും എക്സ്പ്ലോസീവ് പ്ലെയേഴ്സാണ്. ഏതൊരു സമയത്ത് ഏതൊരു ടീമിനെ തോൽപ്പിക്കാൻ കഴിവുള്ള മാച്ച് വിന്നേഴ്സ് ആണ് രണ്ടുപേരും. പക്ഷേ എന്തുകൊണ്ടാണ് ഒരാളെ മാറ്റി ഒരാളെ നിർത്തുന്നതെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ ഒരു ടീം സെലക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, സൂര്യകുമാർ യാദവ്, ശിവൻ ദുബെ, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, 3 ഓൾറൗണ്ടേഴ്സാണ്. ആക്ച്വലി അത് വേണോ എന്ന് എനിക്ക് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ശിവൻ ദുബൈക്ക് പകരം സഞ്ജു സാംസൺ അവിടെ ആയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു. കാരണം സഞ്ജു ഒരു പ്രോപ്പർ ബാറ്റ്സ്മാനാണ്. ശിവൻ ദുബൈക്കാണ് എക്സ്പീരിയൻസും ഇല്ല അധികം. പോരാതെ തന്നെ ഒരു 4 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഓൾറെഡി ഉണ്ട്. സോ ആ ഒരു കെയർ ഓഫിൽ സഞ്ജുവിനെ മാറ്റി നിർത്തിയത് കറക്റ്റാണ് തോന്നുന്നില്ല. കാരണം ഒരു താരതമ്യം ദുർബല ടീമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പറയാം അയർലൻഡ്. സഞ്ജു അയർലൻഡ് നല്ലൊരു പെർഫോം ചെയ്തിട്ടുള്ള പ്ലെയറും കൂടെയാണ്. ഒരുപക്ഷെ സഞ്ജുവിനെ മാറ്റി നിർത്തി എന്താണെന്ന് അറിയില്ല. ഒരുപക്ഷെ ആ ഒരു വാമപ്പ് മാച്ചിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഇനി മാച്ചസ് ഉണ്ട്. അപ്പോൾ സഞ്ജുവിന് ചാൻസ് കിട്ടണം. പക്ഷേ ശിവൻ ദുബെ കാരണം ഓൾറെഡി 2 ഓൾറൗണ്ടേഴ്സ് ഉണ്ട്, അത് ലെഫ്റ്റ് ഹാൻഡേഴ്സാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ശിവൻ ദുബൈയുടെ ഇന്ന് കളിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു നല്ലൊരു ബോളിംഗ് ടീം, അതായത് നല്ലൊരു പൊസിഷൻ വരുമ്പോൾ ഈ ശിവൻ ദുബെ പോലുള്ള പ്ലെയേഴ്സ് മിഡിലോട്ട് വരുമ്പോൾ റിസ്ക് തന്നെയാണ് നമുക്ക്. കാരണം സഞ്ജു ഒക്കെ ഇപ്പോൾ 4 വിക്കറ്റ് പോയാലും സഞ്ജുവിനെ പോയ പ്ലെയർക്ക് അവസാനം വരെ അത് ആങ്കർ ചെയ്ത് കളിക്കാൻ പറ്റും. അത്ര കഴിവുള്ള ഒരു പ്ലെയറാണ് സഞ്ജു. അതൊരു പക്ഷേ വരുന്ന മാച്ചുകളിൽ അവർ അവസരം കൊടുക്കാൻ അത് നമ്മളെക്കാട്ടി കൂടുതൽ രാഹുൽ ദ്രാവിഡും രോഹിത് ശർമ്മയ്ക്കൊക്കെ അറിയാം. മേ ബി ഒരു അയർലൻഡിന് ഒരു ടെസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും ശിവൻ ദുബെ കളിപ്പിച്ചത്. ഇൻക്ലൂഡിങ് ഹാർദിക് പാണ്ഡ്യ 4 സീമേഴ്സ് ഉണ്ടായിരുന്നു. അത്ര ആവശ്യമില്ലായിരുന്നു. കാരണം ഓവറായിരുന്നു. ഒരു 6 ബോളേഴ്സോളം ഉണ്ടായിരുന്നു. 6-7 ബോളേഴ്സ് ഉണ്ടായിരുന്നു ഓൾറെഡി. സോ അത്രയും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഓൾറെഡി ഒരു ബോളിംഗ് പിച്ചാണ്. കംപ്ലീറ്റ്ലി അൺഈവൻ ബൗൺസസ് ആണ്. ചിലപ്പോൾ നല്ല ബൗൺസ്, ചിലപ്പം ഭയങ്കര ലോ ബൗൺസ്, ചിലപ്പോൾ ഭയങ്കര സ്പീഡ്, സ്ലോയിൽ പോകുന്നു. ഭയങ്കര ഒട്ടും ബാറ്റ്സ്മാൻ ഫ്രണ്ട്ലി പിച്ച് ആയിരുന്നില്ല. കാരണം ഒരു ICC പോലെ ഇവന്റിൽ ഇങ്ങനത്തെ പിച്ച് ഉണ്ടാക്കുന്നത് വളരെ മോശം തന്നെയാണ്. കാരണം ഒരു T20 എന്ന് പറയുമ്പോൾ ആ ഒരു 20 ഓവേഴ്സ് നമ്മൾ എൻജോയ് ചെയ്യാനാണ് വരുന്നത്. കാരണം അവിടെ ചെറുപറ വിക്കറ്റ് പോയി. അപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ്നെസ് നഷ്ടപ്പെടുകയാണ് ടീമിൻ്റെ. അപ്പം അങ്ങനത്തെ ഒരു മാച്ച് കാണുമ്പോൾ സുഖമില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് കഴിഞ്ഞ എല്ലാ മാച്ചുകളും ഒരു ലോ സ്കോറിങ് ഗെയിംസാണ്. ഇനിയും അടുത്ത, അതായത് മറ്റ് റിമൈനിങ് മാച്ചെങ്കിൽ ICC ചൂടെ മുൻകരുതൽ എടുക്കേണ്ടതാണ്. കാരണം വളരെ ഒരു ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്, ടു ബി ഫ്രാങ്ക്. സോ ഇച്ചിരി റൺസൊക്കെ വരുമ്പോഴാണ് ഒരു രസം. കാരണം അല്ലാതെ എന്താണ് ഇങ്ങനെ ഇപ്പം തന്നെ 16 വരെ ഓൾ ഔട്ടായി. ഇപ്പം നമ്മളതിന് 12 ഓവറിൽ അത് ഇവൻ ബിസിനസ് വൈസ് വളരെ മോശമാണ്. അപ്പോൾ സോ ഒരു മാച്ചിൻ്റെ സുഖം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കളിയെ പറ്റി പറയുകയാണെങ്കിൽ ടോസ് നേടി നമ്മൾ ഫസ്റ്റ് ബാറ്റിംഗ് എടുത്തില്ല. കാരണം മേ ബി ഒരു ബോളേഴ്സിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും. അപ്പോൾ നമ്മൾ രോഹിത് ശർമ്മ ടോസ് വിൻ ചെയ്ത് അയർലൻഡിന് ബാറ്റിങ്ങിലൂടെ ആയിരുന്നു. കാരണം നമുക്ക് നല്ല ബോളിംഗ് ലൈനപ്പ് ഉണ്ട്. മേ ബി ഒരു കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കാം നമ്മൾ ബോളിംഗ് എടുത്തത്. പക്ഷേ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ബോളേഴ്സ് നല്ല അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എസ്പെഷ്യലി അർഷദീപ് സിംഗ് നല്ലതായിട്ട് ബോൾ ചെയ്തു. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസരമായിരുന്നു. കാരണം ഇവന് നല്ല എക്സ്പീരിയൻസ് ഓപ്പണേഴ്സാണ് അയർലൻഡ്. പോൾ സ്റ്റെർലിങ്ങും ക്യാപ്റ്റനായിട്ട് പോൾ സ്റ്റെർലിങ്ങും 2 നല്ല പ്ലെയേഴ്സാണ്. പക്ഷേ അവർ സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ആ ഒരു പിച്ച് അവർ റീഡ് ചെയ്തില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും റോങ് ഷോട്ട് കളിച്ചിട്ടാണ് ഈ പോൾ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള 8500 റൺസുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ പുള്ളി ഒരു റോങ് ഷോട്ട് കളിച്ചിട്ടാണ് പോയത്. അത് അർഷദീപ് പ്രീവിയസ് മാച്ചിൽ നല്ലതായിട്ട് ബോൾ ചെയ്തതാണ്.
അപ്പോൾ അവർ എന്തായാലും അതൊന്നും മനസ്സിലാക്കാതായിരിക്കില്ല ഇവർ. അത് വളരെ മോശം ഷോട്ട് കളിച്ചിട്ടാണ് ഔട്ടായത്. ഇവൻ കുറച്ചു നേരം ഒന്ന് സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ പിച്ച് ഇച്ചിരി ബെറ്റർ ആയി. ലോവർ ഓർഡർ ബാറ്റ്സ്മാനൊക്കെ ഇച്ചിരി ബെറ്റർ ആയിട്ട് കളിച്ചു. അവരാണ് ടോപ്പ് സ്കോർ ആയിരിക്കുന്നത് തന്നെ. സോ ഇപ്പോൾ ഒരു ടോപ്പ് ഓർഡർ ഇച്ചിരി റെസ്പോൺസിബിൾ ആയിട്ട് കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ട് 150 എങ്കിലും അല്ലെ ആ ഒരു റേഞ്ചിലേക്ക് എത്തായിരുന്നു. നമ്മൾ ഓർക്കേണ്ടത് ഒരു 4 overs കുറച്ചാണ് ഓൾ ഔട്ട് ആയത്. 16 overs അങ്ങോട്ടേ കളിച്ചിട്ടുള്ളൂ അവർ. സോ 16 overs കളിച്ചിട്ടുള്ളൂ. അപ്പം അത് തന്നെ അവർക്ക് 6 run rate ഉണ്ട്. അപ്പം അതിലും ലാസ്റ്റിൽ ഒരു ഓപ്പണേഴ്സ് 2-ഉം 5-ഉം 2-ഉമാണ് എടുത്തത്. പിന്നെ ഇച്ചിരെങ്കിലും ഒരു നല്ല രീതിയിൽ കളിച്ചത് ടക്കർ എന്ന് പറഞ്ഞ പ്ലെയറാണ്. പക്ഷേ പുള്ളി പെട്ടെന്ന് ഔട്ടായി പോയി. പാണ്ഡ്യയുടെ ബോൾ ഭയങ്കര ഒരു ഒരു അൺപ്രഡിക്റ്റബിൾ ബോളായിരുന്നു. കാരണം നല്ല ബാറ്റ്സ്മാൻ്റെ കയ്യിലും അവിടെയൊക്കെ കൊള്ളുന്നുണ്ടായിരുന്നു. കാരണം അൺപ്രഡിക്റ്റബിൾ ബൗൺസ് ആണ്. സോ ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വിക്കറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ മോശം വിക്കറ്റായിരുന്നു. പക്ഷേ സെക്കൻഡ് ഇന്നിങ്സ് ഇച്ചിരി ബെറ്ററായി എന്ന് തോന്നുന്നു. ശിവൻ നമ്മുടെ രോഹിത് ശർമ്മയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം 1-2 ചാൻസസ് പുള്ളി ബാറ്റ് ചെയ്യുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾ ടുഗെദർ അവരൊരു ലോവർ ഓർഡറാണ് നല്ല കളിച്ചത്. അല്ലെങ്കിൽ ഒരു 60-70 റൺസ് ഓൾ ഔട്ട് ആവേണ്ടതായിരുന്നു. ബട്ട് അവർ കളിച്ചതുകൊണ്ട് അവർ 16 ബോളിൽ 96 റൺസ് എടുത്തു. നമ്മുടെ ബോളേഴ്സിൽ നമ്മൾ അർഷദീപ് സിംഗ് 4 ഓവറിൽ 35 റൺസിന് 2 വിക്കറ്റ് എടുത്തു. സിറാജ് 3 ഓവറിൽ 13 റൺസ് 1 വിക്കറ്റ്. ബുംറ മാരക ബോളിംഗ് ആയിരുന്നു. കാരണം ഒരുപക്ഷെ ആദ്യ ഓവറുകൾ ബുംറ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 40-50 ഒരു ഓൾ ഔട്ട് ആയി പോയത്. അതുപോലത്തെ അത്ര മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു ഇനീഷ്യൽ ഓവേഴ്സിൽ. നമ്മുടെ 3 ഓവറിൽ 6 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തു. പാണ്ഡ്യ നല്ല ആയിരുന്നു. ഇടയ്ക്കുന്ന റൺസ് പോയെങ്കിലും പാണ്ഡ്യ നല്ലതായിട്ട് ബോൾ ചെയ്തു. 4 ഓവറിൽ 23 റൺസിന് 3 വിക്കറ്റ്. അക്സർ പട്ടേൽ 1 ഓവർ തന്നെ ഒരു റിട്ടേൺ ക്യാച്ച് ഉണ്ടായിരുന്നു. അടിപൊളി ക്യാച്ച് ആയിരുന്നു അത്. 1 ഓവർ 3 റൺസ് 1 വിക്കറ്റ് ആയിട്ട്. ജഡേജ 1 ഓവറിൽ 7 റൺസിന് വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബാറ്റിങ്ങിന് പോകുന്ന സമയത്ത് നമ്മുടെ രോഹിത് ശർമ്മ ഹാഫ് സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. ഇനീഷ്യലി സ്ട്രഗിൾ ആയിരുന്നു. 1-2 ചാൻസസ് ഒക്കെ കൊടുത്തു. ബട്ട് സ്റ്റിൽ നല്ലതായിട്ട് കളിച്ചു രോഹിത് ശർമ്മ. ഒരുമാതിരി നമ്മുടെ ലാസ്റ്റ് ഒരു റിട്ടയർഡ് ഹർട്ടായി മാറുമായിരുന്നു. ബട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല 2-3 സിക്സ് ഒക്കെ അടിച്ചു. നല്ലതായിട്ട് പ്ലേ ചെയ്തു. കാരണം ആ ഒരു വിക്കറ്റ് റീഡ് ചെയ്ത് രോഹിത് ശർമ്മ കളിച്ചു. വിരാട് കോഹ്ലി പക്ഷേ ക്ഷമയില്ലാതെ കളിച്ചു. പക്ഷേ ഇറ്റ്സ് ഓക്കെ. കാരണം പുള്ളി ഒരു പ്രാക്ടീസ് ഒന്നൊക്കെ ചെയ്യാതെ വന്നതാണ്. കാരണം ഇത് ഡിഫറെൻറ്റ് വിക്കറ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഋഷഭ് പന്ത് കാരണം ഒരു നമ്മുടെ കോമൺ മാച്ച് നല്ലതായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഋഷഭ് പന്ത് ഇനീഷ്യലി കാരണം ബോൾ ഞാൻ പറഞ്ഞ പോലെ വളരെ അൺഈവൻ ആയിരുന്നു. പക്ഷേ പുള്ളി ക്ഷമയോട് തന്നെ കളിച്ചു. അവസാനം കാരണം ആ ഒരു വിന്നാവുന്ന വരെ പുള്ളി അവിടെ ഒരു നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു രോഹിത് ശർമ്മയുടെ കൂടെ. സപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് രോഹിത് ശർമ്മ റിട്ടയർഡ് ഹെഡ് ആയി കഴിഞ്ഞ് നമ്മുടെ സൂര്യകുമാർ യാദവ് വന്നു. സ്പിന്നൊക്കെ വന്നപ്പോഴത്തേക്ക് മേ ബി ഒരു പുള്ളി ഒരു ഹറിയായിട്ട് പെട്ടെന്ന് അടിച്ചിറന്നെടുക്കാനുള്ള ഒരു ശ്രമത്തിൽ ക്യാച്ച് ഔട്ടായി പോയി. അത് സ്പിന്നറുടെ ബോളിലായിരുന്നു. അത് കഴിഞ്ഞ് ശിവൻ ദുബൈ വന്ന് 2 ബോൾ ഫേസ് ചെയ്ത് റണ്ണൊന്നും എടുത്തില്ല. ഞാൻ മുൻ പറഞ്ഞ പോലെ തന്നെ ശിവൻ ദുബൈ ഇതുപോലെ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനാണ് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും സഞ്ജുവിനെ പോലുള്ള ബാറ്റ്സ്മാൻ ആയിരിക്കും നല്ലത്. സഞ്ജു ഋഷഭ് പന്തുള്ള ടീം എപ്പോഴും ഡേഞ്ചറസ് ആണ്. ഏതൊരു രാജ്യത്തിനും ഏത് വലിയ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഏത് വലിയ ടീമെന്ന് പറഞ്ഞാലും ഇവർ രണ്ടും ഉണ്ടെങ്കിൽ മാച്ച് വിന്നേഴ്സ് ആണ്. ആരെങ്കിലും ഒരാൾ ഫോം ആയാൽ മതി. രണ്ടുപേരും ഉണ്ടെങ്കിൽ തന്നെ ഓപ്പോസിറ്റ് ടീമിന് പേടിയാണ്. അതുപോലെ നല്ല പ്ലെയേഴ്സാണ് അവർ. കാരണം ഏതൊരു മാച്ചും അവർക്ക് ടേൺ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ അപ്പം നല്ലൊരു വിജയമായിരുന്നു ഇന്ത്യക്ക്. അപ്പോൾ അടുത്ത ഇനി മാച്ചസ് വരുന്നുണ്ട്. അപ്പം അടുത്ത മാച്ചസിൽ ഒരുപക്ഷെ ചിലപ്പം നമ്മുടെ സഞ്ജുവിന് ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഇന്ന് ഒരു കുറച്ച് ബോളേഴ്സ് എക്സ്ട്രാ 3 ഓൾറൗണ്ടേഴ്സാണ്. അതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. ഓൾറെഡി ജഡേജയും നമ്മുടെ അക്സർ പട്ടേലൊക്കെ നല്ല പ്ലെയേഴ്സാണ്. അപ്പം ശിവൻ ദുബൈയും കൂടെ അവിടെ വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കമ്മിങ് മാച്ചസ് ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം അവർ വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഹാർദിക് പാണ്ഡ്യ നല്ല ഓൾറൗണ്ടറാണ്. അപ്പോൾ ശിവൻ ദുബൈയും കൂടെ അത് ആഡ് ചെയ്യാൻ ചാൻസ് കുറവാണ്. അപ്പം ഒരുപക്ഷെ ഒരു ബാറ്റ്സ്മാൻ എന്നുള്ള രീതിയിലേ പോകാൻ ചാൻസ് ഉള്ളൂ. കാരണം ഇനീഷ്യൽ ടോപ്പ് ഓർഡർ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ബാറ്റ്സ്മാൻ ഇല്ല. ഓൾറൗണ്ടേഴ്സും കൊണ്ട് നമുക്ക് മാച്ചൊന്നും ചിലപ്പോൾ ജയിക്കാൻ പറ്റണമെന്നില്ല. കാരണം ആങ്കർ ചെയ്ത് കളിക്കാൻ എപ്പോഴും ഒരു ഓൾറൗണ്ടർ പറ്റണമെന്നില്ല. ഒരു പ്രോപ്പർ ബാറ്റ്സ്മാൻ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ഒരു ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പം പിന്നെ ഇന്ന് ജയിച്ചെങ്കിലും മേ ബി അടുത്ത മാച്ച് ചിലപ്പോൾ ചേഞ്ചസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത മാച്ചിൻ്റെ അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.